ഹായ് ചെങ്ങായിമാരെ, ദേശീയപാത 66-ൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് കുറ്റിപ്പുറം ചെല്ലൂര് മുതൽ പള്ളിപ്പടി വരെയുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇവിടെ വെച്ചിട്ടാണ് അവസാനിപ്പിച്ചത്, ചെല്ലൂര്. അപ്പം നമ്മൾ ചെല്ലൂര് ഭാഗത്തു നിന്ന് ഇങ്ങനെ പോവാണ് കേട്ടോ കുറ്റിപ്പുറം ഭാഗത്തേക്ക്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ മാസങ്ങളോളം മുന്നേ പണികൾ തീർന്ന ഭാഗമാണ് കേട്ടോ. ഈ ഭാഗത്ത് ഏറെക്കുറെ പണികൾ തീർന്ന ഭാഗമാണ് കേട്ടോ. ഇവിടെ അവസാനം നടന്ന പണി ടാറിംഗ് ആണ്. ടാറിംഗ് നടന്നിട്ട് ഏകദേശം ഒരു 4 മാസം 5 മാസത്തിൻ്റെ മുകളിലായി. അതിനുശേഷം ഈ ഭാഗത്ത് കാര്യമായിട്ടുള്ള വർക്കൊന്നും നടന്നിട്ടില്ല കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് പള്ളിപ്പടി വരെ ടാറിങ് കഴിഞ്ഞ ഭാഗമാണ് കേട്ടോ. ഇവിടെ ഇനി ഫൈനൽ ടാറിങ്ങാണ് വരാനുള്ളത്. മലപ്പുറം ജില്ലയിലെ 2 റീച്ചിലും ഒരുപാട് ഭാഗത്ത് പല ഭാഗത്തും ടാറിങ് കഴിഞ്ഞ ഭാഗമുണ്ട്. അവിടെയൊക്കെ ഫൈനൽ ടാറിങ് വരാണ്ട് കേട്ടോ. ഫൈനൽ ടാറിങ് എവിടെയും നടന്നിട്ടില്ല. അപ്പോൾ ഇതാ സൈഡിൽ കണ്ടില്ലേ, സോയിലിങ്ങിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ ഭാഗമാണ് കേട്ടോ. ഇവിടെ ഈ ഭാഗത്തൊക്കെ 10 അടി താഴ്ചയിലൂടെയാണ് കേട്ടോ 6 വരിപ്പാത കടന്നു പോകുന്നത്. പള്ളിപ്പടി ഭാഗത്ത് ഒരു ഓവർപാസ് വരുന്നുണ്ട്. അപ്പോൾ ഓവർപാസിൻ്റെ പണികളൊന്നും തീർന്നിട്ടില്ല. അപ്പോൾ തൽക്കാലം ജനങ്ങൾക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഭാഗം ഒഴിച്ച് വിട്ടിട്ടുണ്ട്. മണ്ണെടുത്ത് താഴ്ത്താതെ കുറച്ച് ഭാഗം ഒഴിച്ച് വിട്ടിട്ടുണ്ട്. അപ്പോൾ അതുവരെയാണ് ഇപ്പോൾ ടാറിങ് കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഓപ്പോസിറ്റ് ഭാഗത്ത് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയായാലും ഓവർപാസിൻ്റെ പണി കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ മണ്ണെടുത്ത് താഴ്ത്തുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ദിനംപ്രതി സ്കൂൾ കുട്ടികളടക്കം ഒരുപാട് ആളുകൾ മറുവശത്തേക്ക് പാസ് ചെയ്യുന്നൊരു സ്ഥലം കൂടിയാണ് കേട്ടത്. ഇവിടെ ഒരുപാട് ആളുകളുള്ളൊരു ഭാഗമാണ് ഇവിടെ. അപ്പോൾ ഓവർപാസിൻ്റെ പണി കഴിയുന്നത് വരെ ഇവിടെ ഇങ്ങനെ തന്നെ നിലനിർത്താനാണ് സാധ്യത. അല്ലാതെ പിന്നെ മറ്റൊരു മാർഗ്ഗം എന്താണെന്ന് വെച്ചാൽ മൂടാൽ പോകണം. മൂടാൽ പോയിട്ട് പിന്നെ തിരിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ പള്ളിപ്പടി ഭാഗത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഇവിടെ ഓവർപാസിൻ്റെ പണി കഴിയണം. അപ്പോൾ അതാ ഈ ഭാഗത്ത് സോയിലിങ്ങിൻ്റെ പണി ബാക്കിയുള്ള ഭാഗത്തൊക്കെ അതാ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ ഇതാണ് നമ്മളെ കുറ്റിപ്പുറം പള്ളിപ്പടി കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ നിന്നാലേ ഈ 6 വരിപ്പാത തന്നെ കാണുള്ളൂ കേട്ടോ. നമ്മൾ നേരെ മുകൾ ഭാഗത്തു നിന്നാണ് കയറി വെക്കുക. നമ്മൾ പള്ളിപ്പടി അങ്ങാടി ഒന്ന് കാണണ്ടേ. അപ്പോൾ നമ്മൾ നേരെ മുകൾ ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ പള്ളിപ്പടി ഭാഗത്ത് 6 വരിപ്പാതയുടെ പണികൾ നല്ല രീതിയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളെ ഈ വീഡിയോ പള്ളിപ്പടി ഭാഗത്തുള്ള ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ വരണം കേട്ടോ. പള്ളിപ്പടി ഭാഗത്ത് 6 വരിപ്പാതയുടെ പകുതി മുക്കാലും പണി തീർന്നിട്ടുണ്ട് കേട്ടോ. ഇവരെ ടാറിങ്ങിൻ്റെ പണി, അതുപോലെ തന്നെ ലൈറ്റ് ഫിറ്റ് ചെയ്യാൻ, അങ്ങനെ കുറച്ച് പണികളെ ബാക്കിയുള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഭാഗം കേട്ടോ. ഇവിടെ കുറച്ച് ഭാഗം KNRCയിൽ മണ്ണെടുത്ത് താഴ്ത്താതെ ഇവിടെ നിലനിർത്തിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ആളുകൾ ദിനംപ്രതി പാസ് ചെയ്യുന്നൊരു സ്ഥലമാണ് കേട്ടോ. സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ 100 കണക്കിന് ആളുകൾ ദിനംപ്രതി ഇതിനെ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഓവർപാസ് അനുവദിച്ചിട്ടുണ്ട് കേട്ടോ. ഓവർപാസിൻ്റെ പണികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. 3 വരിപ്പാതയുടെ വീതിയിൽ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിരിക്കണ്. ഓവർപാസിൻ്റെ ഇനിയും ബാക്കിയുള്ള 3 വരിപ്പാതയുടെ വീതിയിൽ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആവും. ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ പിന്നെ ആളുകൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവിടെയൊക്കെ നല്ല രീതിയിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സൈഡിലുള്ള വാളിൻ്റെ പണികളൊക്കെ തീർന്നിട്ടുണ്ട്. ഇതാണ് നമ്മളെ നിലവിലെ സർവീസ് റോഡ് കേട്ടോ. കുറ്റിപ്പുറം ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡാണിത്. അപ്പോൾ ഓവർപാസിൻ്റെ പണികൾ ഇന്ന് 2 ആഴ്ചയുള്ളിൽ ആരംഭിക്കുമെന്നാണ് പറയണത്. ഇവിടെ ഇങ്ങനെ 6 വരിപ്പാതയുടെ വീതിയിൽ ലെവലാക്കി ഇട്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ഓവർപാസിൻ്റെ പണികൾ സ്ലാബിൻ്റെ കോൺക്രീറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷമാകും ഇവിടെ ടാറിങ്.
അപ്പോൾ ചെങ്ങായിമാരെ, നമ്മളെ പള്ളിപ്പടി ഭാഗത്ത് വന്നിട്ടുള്ള മാറ്റങ്ങൾ, പള്ളിപ്പടി ഭാഗത്തു നിന്നുള്ള കാഴ്ചകൾ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറിയാൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ പള്ളിപ്പടി ഭാഗത്ത് ആറുവരിപ്പാതയുടെ പണികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്താ കാഴ്ച നോക്കാം നിങ്ങൾ. അപ്പോൾ പള്ളിപ്പടി ഭാഗത്തു നിന്നുള്ള ആരെങ്കിലും നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണം കേട്ടോ. നമ്മൾ അതുപോലെ തന്നെ ഒന്ന് കമൻറ്റിൽ വരണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇടുന്നതാണ് പള്ളിപ്പടി ഭാഗം. ഇവിടെ അത്യാവശ്യം നല്ല മാറ്റങ്ങളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഒരു മാസം കൊണ്ട് കണ്ടില്ല നിങ്ങൾ, നല്ല മാറ്റമാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇവിടെ തന്നെ ഓവർപാസ് വരുന്നുണ്ട്, കണ്ടില്ല നിങ്ങൾ. അപ്പോൾ ചങ്ങായിമാരെ, നമ്മളെ നാട്ടിൽ നല്ല മഴയാണ് കേട്ടോ. മഴ തിമിർത്ത് പെയ്യാണ്. അപ്പോൾ ചില ദിവസങ്ങളിൽ വീഡിയോ എടുക്കാൻ പോലും പറ്റൂല. ഇപ്പോൾ മഴ ഇല്ലെങ്കിൽ തന്നെ തീരെ ക്ലിയർ ഉണ്ടാവില്ല വീഡിയോസൊന്നും. അതുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റലില്ല. പക്ഷേ ഇന്ന് നല്ല ഒലർച്ച ഉണ്ട്, നല്ല വെയിലുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയൊരു വീഡിയോ എടുത്താണ് ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കാൻ പോകുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്.